महाभारतम् महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. പാണ്ഡവന്മാർ കാട്ടിലായിരുന്നിട്ടും പട്ടണത്തിൽ വസിക്കുന്നത് പോലെ അത്രയും സുഖകരമായിട്ട്, ഒപ്പം തന്നെ ഋഷിമാരുടെയൊക്കെ സത്സംഗം അനുഭവിച്ചുകൊണ്ട് സുഖമായി ജീവിക്കുന്നത് ഈ ദുര്യോധനാദികൾക്ക് എത്രയായിട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുയോധനൻ ഇനി എന്ത് ചതിപ്രയോഗമാണ് നടത്തേണ്ടത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. കൂടെ എന്തിനും കൂട്ടായിരിക്കുന്ന കർണനും ദുശാസനനും. ഇങ്ങനെ ഓരോരോ ഉപായങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം 10,000 ശിഷ്യന്മാരോടുകൂടി തപസ്വിയും യശസ്വിയുമായ ദുർവാസാവ് മഹർഷി തന്നെത്താനെ സ്വയം തീരുമാനിച്ച് ഹസ്തിനാപുരിയിലെത്തി. കോപിഷ്ഠനായ ആ മുനിശ്രേഷ്ഠൻ വരുന്നത് കണ്ട് ദുര്യോധനൻ വിനയത്തോടെ ചെന്ന് അടങ്ങി ഒതുങ്ങി നിന്ന് ആതിഥ്യത്തിനായി ക്ഷണിച്ചു. അങ്ങനെ ആ ധാർത്തരാഷ്ട്രൻ ഒരു കിങ്കരനെ പോലെ, ഒരു ദാസനെ പോലെ നിന്ന് മുനിയെ പൂജിച്ചു. മഹർഷിയാകട്ടെ ദുര്യോധനനെ പറ്റുന്ന രീതിയിലൊക്കെ പരീക്ഷിക്കുകയും ചെയ്തു. ദുർവാസാവ് മഹർഷി ദുര്യോധനന്റെ സത്കാരം സ്വീകരിച്ച് കുറേ ദിവസം ഹസ്തിനാപുരിയിൽ പാർക്കുകയും ചെയ്തു. അത്രയും നാൾ ദുര്യോധനൻ ആ മുനിയുടെ ശാപം ഭയപ്പെട്ട് രാപ്പകൽ ഒഴിവില്ലാതെ ഉത്സാഹത്തോടെ ശുശ്രൂഷിച്ചു. വലിയ രസമാണ് ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ. അതായത് എത്രമാത്രം ശ്രദ്ധിക്കണം, എപ്പോഴാ എന്താണ് തീരുമാനിക്കുക, പറയുക എന്നൊന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ പറയും, എനിക്ക് വിശക്കുന്നു, ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് തിരക്ക് കൂട്ടി ദുർവാസാവ് കുളിക്കുവാൻ പോകും. പക്ഷെ അന്ന് കുളി കഴിഞ്ഞു വരുന്നത് വളരെ വൈകിട്ടായിരിക്കും. അതേസമയം ചില ദിവസം പറയും, ഇന്ന് എനിക്ക് ഊണിനൊന്നും വലിയ ആഗ്രഹമില്ല, വിശപ്പില്ല എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോകും. പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് എനിക്കിപ്പൊ ചോറ് വേണം എന്ന് കൽപ്പിക്കും. ഇങ്ങനെ ചിലപ്പോൾ വഞ്ചന മനസ്സിൽ കരുതി പാതിരാ സമയത്ത് ദുര്യോധനനെ വിളിച്ചുണർത്തി ഭക്ഷണം തയ്യാറാക്കിക്കും. തയ്യാറായി ഉണ്ണാനിരിക്കുമ്പോൾ എന്തെങ്കിലും ദോഷം പറഞ്ഞ് ഉണ്ണാതെ എഴുന്നേറ്റ് പോകും. എന്നാൽ ഇങ്ങനെയൊക്കെ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ദുര്യോധനന് ക്രോധമോ മനഃചാഞ്ചല്യമോ ഉണ്ടായില്ല. ഇതിന് കാരണം ഇങ്ങനെ ദുർവാസാവ് മഹർഷിയെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം മഹർഷിയുടെ ഈ സ്വഭാവം പാണ്ഡവന്മാർക്ക് നേരെ ഉപയോഗിക്കാൻ. അത് തന്നെയാണ് നടന്നത്. ദുര്യോധനന്റെ ഈ ക്ഷമാശീലം മഹർഷിക്ക് ഇഷ്ടപ്പെട്ടു. ദുര്യോധനനോട് ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? അതേസമയം ദുർവാസാവ് മഹർഷി വരം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ എന്താണ് ചോദിക്കേണ്ടത് എന്ന് ഇവർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, കർണനും ദുശാസനനുമൊക്കെ. അങ്ങനെ മഹർഷി ഇത് ചോദിക്കേണ്ട താമസം ദുര്യോധനൻ പറഞ്ഞു, അല്ലയോ മുനീശ്വര, എന്റെ അതിഥിയായി ശിഷ്യരോടുകൂടി ഭവാൻ വാണതുപോലെ എന്റെ ജ്യേഷ്ഠനും ഇതിനൊരവസരം കൊടുക്കണം. പറയുന്നത് കേട്ടാ തോന്നും ജ്യേഷ്ഠനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. എന്റെ ജ്യേഷ്ഠനും എന്റെ കുലത്തിലെ മഹാനായ മഹാരാജാവുമായ യുധിഷ്ഠിരന്റെ ആതിഥ്യവും ഭവാൻ സ്വീകരിക്കണം. ഗുണവാനും ശീലസമ്പന്നനുമായ അദ്ദേഹത്തിന്റെ അതിഥിയായി ഭവാൻ പോവുക. അവിടെ രാജപുത്രിയായ ദ്രൗപദി എല്ലാവർക്കും വരുന്നവർക്കെല്ലാം സദ്യ വിളമ്പിക്കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല ദ്രൗപദി വിശ്രമിച്ച് കഴിയുന്ന സമയത്ത് വേണം അങ്ങ് അവിടെ ചെല്ലാൻ. അങ്ങനെയാണ് ഭവാൻ അനുഗ്രഹിക്കേണ്ടത്. അപ്പോൾ ദുർവാസാവ് മഹർഷി പറഞ്ഞു, അതാണ് അങ്ങേക്കു വേണ്ടതെങ്കിൽ, അങ്ങ് അങ്ങനെ ചെയ്താലാണ് സന്തോഷിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം.
ഇത് കേട്ടതും ഞാൻ കൃതാർത്ഥനായി എന്ന് ദുര്യോധനൻ സന്തോഷിച്ചു. കർണന്റെ കൈപിടിച്ച് ഭേഷ്, നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അങ്ങനെ കർണൻ പറഞ്ഞു, ഭാഗ്യത്താൽ നമ്മുടെ ആഗ്രഹം സഫലമായി. നമ്മുടെ ഭാഗ്യത്താൽ നമ്മുടെ ശത്രുക്കൾ ദുസ്തരമായ ദുഃഖസമുദ്രത്തിൽ ആണ്ടുപോയിരിക്കുന്നു. ഇനി അവരുടെ തിരിച്ചുവരവ് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതാ ദുർവാസാവിന്റെ കോപാഗ്നിയിൽ പാണ്ഡവന്മാർ വീഴാൻ പോകുന്നു. അവർ സ്വന്തം പാപത്താൽ ഇനി വെളിച്ചം കാണാത്ത ഇരുട്ടിൽ തന്നെയായിരിക്കും. ഇപ്രകാരം ചതിയന്മാരായ ദുര്യോധനാദികൾ തങ്ങൾ ആസൂത്രണം ചെയ്ത വഞ്ചന ലക്ഷ്യത്തിൽ തന്നെ ചെന്നുകൊണ്ടു എന്ന് വിചാരിച്ച് സന്തുഷ്ടരായിട്ട് അവർ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. അടുത്ത ദിവസം തന്നെ പാണ്ഡവന്മാർ സുഖമായിരിക്കുമ്പോൾ പാഞ്ചാലിയുടെ ഭോജനം കഴിഞ്ഞു എന്നറിഞ്ഞ ഉടനെ തന്റെ 10,000 ശിഷ്യന്മാരോടുകൂടി ദുർവാസാവ് മഹർഷി ആ വനത്തിൽ ചെന്നെത്തി. അതിഥിയെ കണ്ട് ശ്രീമാനായ യുധിഷ്ഠിരൻ സഹോദരന്മാരോടുകൂടി എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി. വേണ്ടതുപോലെ ഇരിപ്പിടം നൽകി പൂജിച്ചു, ആതിഥ്യത്തിനായി ക്ഷണിച്ചു. യുധിഷ്ഠിരനാകട്ടെ ഭക്ഷണത്തിനായിട്ട് ദുർവാസാവ് മഹർഷിയെ വിളിക്കുകയും ചെയ്തു. യുധിഷ്ഠിരനും ചിന്തിച്ചില്ല, പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇനി ആ അക്ഷയപാത്രത്തിൽ നിന്ന് ഇന്നിനി ഭക്ഷണം വരില്ല എന്ന് യുധിഷ്ഠിരനും ചിന്തിച്ചില്ല. ഇവിടെ പാണ്ഡവന്മാർ അന്നം കൊണ്ട് തന്നെ ഏതു വിധത്തിലാണ് സൽക്കരിക്കുക എന്നും ചിന്തിക്കാതെ, എന്ന് വിചാരിക്കുക പോലും ചെയ്യാതെ ആ മഹർഷി ശിഷ്യന്മാരോടുകൂടി നദിയിലേക്ക് കുളിക്കുവാൻ പോയി. അതേസമയം പാഞ്ചാലി പർണശാലയിൽ ഇരുന്ന് വ്യസനത്തോടെ ചിന്തിച്ചു, ഞാനിനി എങ്ങനെയാണ് അതിഥികൾക്ക് ഭോജനം തയ്യാറാക്കുക? അതും വന്നിരിക്കുന്നത് ആരാണ്? ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി. ദ്രൗപദി വല്ലാത്ത ഒരു വിഷമഘട്ടത്തിലായി. എങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടും ഭക്ഷണമുണ്ടാക്കാൻ ഒരു വഴിയും കണ്ടില്ല. അവസാനം പാഞ്ചാലിക്ക് തോന്നി, ഇനി കൃഷ്ണനല്ലാതെ എന്നെ ഈ ഒരു ആപത്ഘട്ടത്തിൽ രക്ഷിക്കാൻ മറ്റൊരാളില്ല. ഇവിടെ വലിയൊരു കൃഷ്ണസ്തുതി തന്നെയുണ്ട്. ആ കൃഷ്ണസ്തുതിയുടെ ഗദ്യരൂപമാണ് ഇവിടെ ഉള്ളത്. ദ്രൗപദി പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണ മഹാബാഹോ ദേവകീ നന്ദന വാസുദേവ, കൈകൂപ്പുന്നവരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനെ, വിശ്വമൂർത്തേ വിശ്വകരാ വിശ്വഹൃത്തേ, ഞാനിതാ അങ്ങയെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഭവാനല്ലാതെ ഗതികെട്ടവർക്ക് മറ്റാരാണ് ഗതിയായിട്ടുള്ളത്? ഹേ പുരാണപുരുഷ, പ്രാണമനോവൃത്തികൾക്ക് അഗോചരമായവനെ, കനിഞ്ഞാശ്രയിക്കുന്നവരിൽ കനിയുന്നവനെ, നീ എന്നെ രക്ഷിക്കണമേ. കൗസ്തുഭമണിഞ്ഞ അലയോ ദേവ, എല്ലാവർക്കും പരായണൻ നീ ഒരുത്തൻ മാത്രമാണല്ലോ. ഭവാൻ നാഥനായുള്ളപ്പോൾ ഞങ്ങൾക്ക് ഒരു അപായത്തിലും ഭയമില്ലല്ലോ നാഥ. ഇവിടെ പാഞ്ചാലി തന്നെ മുൻപ് രക്ഷിച്ചത് ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ആ സഭയിൽ വെച്ച് ദുശാസനിൽ നിന്ന് എന്നെ രക്ഷിച്ചതുപോലെ ഭഗവാനെ, ഈ ദുഃഖത്തിൽ നിന്നും ഭവാൻ എന്നെ കരകയറ്റണമേ. ഇപ്രകാരം പുകഴ്ത്തപ്പെടുന്ന സമയത്ത് ഭക്തവത്സലനായ ദേവൻ ഇങ്ങ് ദ്വാരകയിൽ രുക്മിണീ ദേവിയുടെ കൂടെയായിരുന്നു. എങ്കിലും ഉടനെ തന്നെ രുക്മിണീ ദേവിയെ വിട്ടിട്ട് ദ്വൈതവനത്തിൽ മനോവേഗത്തിലെത്തി എന്നാണ്. അചിന്യ വേഗത്തിൽ ആ ദേവൻ അവിടെ എത്തിയത് കണ്ട് പാഞ്ചാലി പരമസന്തോഷത്തോടെ നമസ്കരിച്ച് ദുർവാസാവ് അതിഥിയായി എത്തിയിരിക്കുന്ന വർത്തമാനം അറിയിച്ചു. കൃഷ്ണനാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ പാഞ്ചാലിയോട് പറഞ്ഞു, ആ കൃഷ്ണേ, ഞാൻ വിശന്ന് വലഞ്ഞാണ് വന്നിരിക്കുന്നത്, നീ ആദ്യം എന്നെ ഊട്ടു. ദുർവാസാവ് മഹർഷിയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ ആദ്യം എന്നെ ഊട്ടിയാൽ പിന്നെ നിനക്ക് എല്ലാം സാധിക്കും. എനിക്ക് വേഗം ചോറ് തരൂ. കൃഷ്ണൻ പറഞ്ഞത് കേട്ട് പാഞ്ചാലി അമ്പരന്ന് പോയി. ഇതിപ്പോ വിളിച്ചു വരുത്തിയത് അബദ്ധമായോ? അപ്പോ ആകെ പരുങ്ങിക്കൊണ്ട് പാഞ്ചാലി പറഞ്ഞു, കൃഷ്ണ, ആദിത്യ ഭഗവാൻ തന്ന പാത്രത്തിൽ എന്റെ ഊണ് കഴിഞ്ഞാൽ പിന്നെ ചോറുണ്ടാവുകയില്ല. എന്റെ ഊണ് കഴിയുന്നതുവരെ മാത്രമേ അതിൽ നിന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്റെ ഊണ് കഴിഞ്ഞു പോയല്ലോ, ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ലേശം പോലും ചോറില്ലാതായ ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ എങ്ങനെയാണ് നിനക്ക് ഭക്ഷണം തരേണ്ടത്? ഇത് കേട്ട് കൃഷ്ണൻ പാഞ്ചാലിയോട് പറയുകയാണ്, കൃഷ്ണേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്.
നേരം പോക്ക് പറയേണ്ട സമയമല്ല ഇത്. നീ കളിക്കരുത്, വേഗം പോയി പാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കൂ. എനിക്ക് വിശ്വാസമില്ല, അതിൽ ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ നിർബന്ധിച്ച് ആ അക്ഷയപാത്രം കൃഷ്ണൻ തന്റെ മുന്നിൽ കൊണ്ടുവരുവിച്ചു. അപ്പോൾ കൃഷ്ണൻ നന്നായിട്ട് നോക്കി. അന്ന് എന്തോ ഭഗവാന്റെ സങ്കല്പമാണോ എന്നറിയില്ല, അന്ന് വൃത്തിയായിട്ട് കഴുകിയില്ലെന്ന് തോന്നുന്നു. ആ പാത്രം എടുത്ത് അതിന്റെ വക്കിൽ പറ്റിയിരിക്കുന്ന ചീരക്കറിയുടെ ശകലം കണ്ടിട്ട് അതെടുത്ത് തൃപ്തിയോടെ ഭക്ഷിച്ചതിന് ശേഷം ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഭുജിച്ച ഈ ചീരക്കറി കൊണ്ട് യജ്ഞഭുക്കും വിശ്വാത്മാവുമായ ഈശ്വരനുമായ ആ ഹരി പ്രീതിയോടെ സന്തോഷിക്കട്ടെ. അനന്തരം കൃഷ്ണൻ സഹദേവനോട് പറഞ്ഞു, ആ മുനിമാരോട് വേഗത്തിൽ വന്ന് ഉണ്ണുവാൻ പറയുക. അങ്ങനെ സഹദേവൻ വേഗം ദുർവാസാവ് മഹർഷി ഇരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. ഇതേ സമയം അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് സംഭവിച്ച കാര്യം, ജലത്തിലിറങ്ങി ഒരു സൂക്തം ചൊല്ലി മുങ്ങി നിവർന്ന അവർക്ക് പെട്ടെന്ന് എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കുന്നത് പോലെ, ഒരു വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ചാൽ എങ്ങനെയുണ്ടാകുമോ അതുപോലെ ഏമ്പക്കം വിടുകയാണ്. അതാണ് അന്നരസം പുറത്തേക്ക് വരുന്നത് പോലെ. അതോടെ എല്ലാവരും ആകെ അമ്പരന്നു പോയി. മാത്രമല്ല ഇവർ പരസ്പരം പറയുകയാണ്, രാജാവിനെ കൊണ്ട്, അതായത് യുധിഷ്ഠിരനെ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കിച്ച് നാം കുളിക്കുവാൻ പോന്നു, ഇപ്പോഴാകട്ടെ ഇതാ കഴുത്തറ്റം വരെ ഊണ് കഴിച്ച തൃപ്തിയോടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഇനി നാം എങ്ങനെ പോയി ഊണ് കഴിക്കും? ദുർവാസാവ് പറഞ്ഞു, വെറുതെ നാം ഭക്ഷണം പാകം ചെയ്യിപ്പിച്ചു. ആ രാജർഷിയോട് നാം വലിയ തെറ്റാണ് ചെയ്തത്. യുധിഷ്ഠിരനെ പോലെ ഒരു രാജർഷി കോപിച്ച് ക്രൂരമായ ഒരു നോട്ടം നോക്കിയാൽ മതി, നാം ദഹിച്ചു പോകും. പണ്ട് ഞാൻ അംബരീഷ രാജാവിനെ ഒന്ന് പരീക്ഷിക്കാൻ പോയിട്ട് നന്നായി കൈ പൊള്ളിയതാണ്. ആ അനുഭവത്തെ ഓർത്ത് ഞാൻ പിന്നെ വിഷ്ണു ഭക്തന്മാരെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലയോ ശിഷ്യന്മാരെ, പാണ്ഡവന്മാർ മഹാത്മാക്കളും ധർമ്മചാരികളുമാണ് എന്നു മാത്രമല്ല അവർ എല്ലാവരും ശൂരന്മാരും വിദ്യാസമ്പന്നന്മാരും തപസ്വികളുമാണ്. എല്ലാത്തിനും പുറമെ അവരുടെ എന്ത് കാര്യത്തിലും ഭഗവാൻ കൃഷ്ണൻ കൂടെയുണ്ട്. കോപിച്ചാൽ അവർ അഗ്നി പഞ്ഞിയെ എന്ന വിധം ചുട്ടുകളയും. അതുകൊണ്ട് ശിഷ്യന്മാരെ, ഒറ്റ വഴിയേ ഉള്ളൂ, ഓടിക്കോ എന്നാണ് പറഞ്ഞത്. നാം അവരോടൊന്നും പറയാതെ സ്ഥലം വിടുകയാണ് നല്ലത്, എല്ലാവരും ഓടിക്കൊള്ളുവിൻ. അങ്ങനെ ഗുരുവായ മഹർഷി ഇപ്രകാരം പറഞ്ഞപ്പോൾ സകല ശിഷ്യന്മാരും പാണ്ഡുപുത്രന്മാരെ ഭയപ്പെട്ട് 10 ദിക്കിലേക്കും ഓടിക്കളഞ്ഞു. സഹദേവൻ ഇവരെ വിളിക്കാനായിട്ട് ഗംഗയിലെത്തിയപ്പോൾ അവിടെ ഒരാളെയും കാണാനില്ല. അങ്ങനെ ആദ്യം വിചാരിച്ചു എന്നാൽ വേറെ ഏതെങ്കിലും തീർത്ഥത്തിലായിരിക്കും. അങ്ങനെ പല തീർത്ഥങ്ങളിലും പോയി, അവിടെ അടുത്തുള്ള എല്ലാ തീർത്ഥങ്ങളിലും പോയി, ഒരിടത്തും അവരെ കണ്ടെത്തിയില്ല. അവിടെ വച്ച് കണ്ട ചില മഹർഷിമാരോട് ചോദിച്ചു, ഈ വഴിക്ക് ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരും പോകുന്നത് കാണുകയുണ്ടായോ? അവർ പറഞ്ഞു, ആ മഹർഷിയും ശിഷ്യന്മാരും എങ്ങോട്ടോ ബന്ധപ്പെട്ട് ഓടിപ്പോകുന്നത് കാണുകയുണ്ടായി. അപ്പൊ സഹദേവൻ മടങ്ങിച്ചെന്ന് ജ്യേഷ്ഠനോട് മുനിമാർ പറഞ്ഞു കേട്ട വൃത്താന്തം ഉണർത്തിച്ചു. പിന്നെ കുറച്ചു നേരം പാണ്ഡവന്മാർ ദുർവാസാവിനെ കാത്ത് ഇരുന്നു. പക്ഷെ പിന്നെ അവർക്ക് മനസ്സിലായി എന്തോ കാരണം കൊണ്ട് അദ്ദേഹം ഇനി വരുന്നുണ്ടാവില്ല. അതേസമയം അവർക്ക് പേടിയും ഇല്ലാതില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു പക്ഷേ നമ്മെ വഞ്ചിക്കുവാൻ അർദ്ധരാത്രിയാകുമ്പോൾ വന്ന് ചോറ് ആവശ്യപ്പെടും. ദൈവം വരുത്തുന്ന ഈ കഷ്ടപ്പാട് എങ്ങനെ നീക്കുവാൻ സാധിക്കും? ഇങ്ങനെ അവർ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾക്ക് കോപിഷ്ഠനായ ദുർവാസാവിൽ നിന്നുള്ള ആപത്തിനെ ഞാൻ മുൻകൂട്ടി ദർശിച്ചു. പാഞ്ചാലി എന്നെ ധ്യാനിച്ചത് മൂലം ഞാൻ ഇവിടെ വേഗത്തിൽ എത്തിയതാണ്. നിങ്ങളുടെ തേജസ്സിനെ ഭയന്നിട്ട് ആ മഹർഷി എപ്പോഴേ ഓടിക്കളഞ്ഞു. നിത്യവും ധർമ്മമാചരിക്കുന്നവർ ഒരിക്കലും കുഴങ്ങുകയില്ല. ധർമ്മമാചരിക്കുന്നവരെ ആ ധർമ്മം രക്ഷിച്ചുകൊള്ളും. എന്തായാലും ഞാൻ യാത്ര ചോദിക്കുന്നു, പോകട്ടെ. നിങ്ങൾക്കെന്നും ശുഭം സംഭവിക്കും. ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞത് കേട്ട് സന്താപമൊഴിഞ്ഞ് സ്വസ്ഥചിത്തരായ പാണ്ഡവന്മാർ പാഞ്ചാലിയോടുകൂടി ആ ഭക്തവത്സലനെ കൈകൂപ്പി, ഗോവിന്ദ, ഞങ്ങളുടെ നാഥനായ ഭവാൻ ദുർഘടമായ സങ്കടത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിയിരിക്കുന്നു.
കടലിൽ താണുപോകുന്നവനെ തോണിയാൽ എന്നതുപോലെ ഭവാൻ ഞങ്ങളെ കരകയറ്റിയിരിക്കുന്നു. പാണ്ഡവന്മാർ പാഞ്ചാലിയോടുകൂടി സന്തുഷ്ടമാനസന്മാരായി കാടുതോറും സഞ്ചരിച്ച് സസന്തോഷം വിഹരിച്ചു. ഇങ്ങനെ പാണ്ഡവന്മാരിൽ ദുര്യോധനൻ പ്രയോഗിച്ച ചതി വീണ്ടും പാഴിലായിപ്പോയി. മഹാഭാരതം മഹാ